നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. UDF സർക്കാരാണ് ഇനി ഭരണത്തിൽ വരുന്നതെന്ന് ഫ്രാൻസിസ് ജോർജ് MP. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ച വലതുകാറ്റ് നിയമസഭയിലും ആവർത്തിക്കും. യുവാക്കൾക്കും സ്ത്രീകൾക്കും വേണ്ടി LDF സർക്കാർ ഒന്നും ചെയ്തില്ലെന്നും MP കുറ്റപ്പെടുത്തി. കേരളത്തെ കൈപിടിച്ചുയർത്തുന്ന UDF സർക്കാരാണ് ഇനി ഭരണത്തിൽ വരുന്നതെന്ന് ഫ്രാൻസിസ് ജോർജ് MP. UDF സ്ഥാനാർത്ഥി ഡോക്ടർ മാത്യു കുഴൽനാടന്റെ ആവോലി പഞ്ചായത്ത് പര്യടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ച വലതുകാറ്റ് നിയമസഭയിലും ആവർത്തിക്കും. യുവാക്കൾക്കും സ്ത്രീകൾക്കും വേണ്ടി LDF സർക്കാർ ഒന്നും ചെയ്തില്ലെന്നും MP കുറ്റപ്പെടുത്തി. പുളിക്കായത്ത് കടവിൽ നിന്നാരംഭിച്ച പര്യടനത്തിന് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. എലിവിച്ചിറക്കുന്ന നടുക്കര ഗ്രോട്ടോ, അടക്കപ്പീടിക, അടൂപ്പടമ്പ്, ആനിക്കാട്, ചെങ്ങട കോളനി, കോട്ടപ്പുറം, കാട്ടുകണ്ടം കവല, നെല്ലിപ്പള്ളി, അടൂപ്പടമ്പ് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഹോസ്റ്റൽ പടിയിൽ പര്യടനം സമാപിച്ചു. ഒട്ടേറെ ആളുകളുടെ ജീവിതത്തെ ഉയർത്താൻ പര്യാപ്തമായ ഇടപെടലുകൾ കൊണ്ട് സമ്പന്നമായ സംഘടനകൾ അവരുടെയൊക്കെ പ്രധാനപ്പെട്ട ആള് UDF മണ്ഡലം ചെയർമാൻ ജോർജ് തെക്കുംപടം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KM സലീം, KM അബ്ദുൾ മജീദ്, ജോസ് വള്ളമറ്റം, KM പരീദ്, ജോസ് പെരുമ്പിള്ളിക്കുന്നിൽ, സാബു ജോൺ, KM ജോർജ്, OM സുബൈർ, ഷൈസൻ P മാങ്ങഴ, മുഹമ്മദ്, ജോജി കുടുപ്പുമടം, ഷെൽമി ജോൺസ്, ഫെമിന അലിയാർ, ഷഫാൻ VS, ജോർജ് മോനിപ്പിള്ളി, ജോസ് കുര്യാക്കോസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ.